ഹായ് ഫ്രണ്ട്സ്, ഞാൻ ചെയ്യുന്നൊരു വീഡിയോ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു 4 വയസ്സൊക്കെയുള്ള 3-4 വയസ്സൊക്കെയുള്ള ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഷർട്ട് കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 60 ഇഞ്ച് വീതിയിലുള്ള ഒരു ഡബിൾ വീതി തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഷർട്ട് പീസാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അതുപോലെ തന്നെ ഈ ഒരു തുണി നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 മീറ്ററാണ്. കണ്ടോ, 1/2 മീറ്റർ തുണിയിലാണ് നമ്മൾ ഈ ഒരു ഷർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം തുണിയുടെ 2 കരവശങ്ങളെയും കണ്ടോ ഇതുപോലെ നേരെ ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ വെക്കുന്നു കണ്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു താവിൽ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുകയാണ്. ഇങ്ങനെ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു. നമ്മളൊരു 1/2 ഇഞ്ച് വിട്ടുകൊണ്ട് ഒരു മാർക്കിംഗ് കൂടി കൊടുക്കുന്നു. ഇവിടെ നമ്മൾ 1/2 ഇഞ്ചാണ് ഇങ്ങനെ വിടുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ കരവശം ഒഴിച്ച് നമ്മളൊരു 2 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുന്നു. കരവശം ഒഴിച്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ 2 ഇഞ്ചിൽ കറക്റ്റ് ഒരു മാർക്ക് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു ലൈൻ വരഞ്ഞെടുക്കുക. ഇനി നമ്മൾ ഈ ഒരു ഷർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാണ്. 14.5 ഇഞ്ചാണ് നമ്മുടെ ഷർട്ടിൻ്റെ ലെങ്ത്ത്. നമ്മൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 15 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ 15. നമ്മൾ 15 ഇഞ്ച് നമ്മൾ ഇവിടെ മുകളിൽ വരഞ്ഞിട്ടുള്ള ഈ ഒരു ലൈനിലാണ് നമ്മൾ 15 ഇഞ്ച് കറക്റ്റ് ഇങ്ങനെ പിടിച്ചെടുക്കുന്നത്. ഇങ്ങനെ പിടിക്കുന്നു, 15 കറക്റ്റ് ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഷർട്ടിൻ്റെ റഗാൾ ലൂസ് 9.5 ഇഞ്ചാണ്. അപ്പോൾ നേർപകുതി 4.25. അപ്പോൾ നമ്മൾ 5 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുന്നു. കാരണം നമ്മൾ കൂടുതൽ റഗാൾ ഇറക്കി കട്ട് ചെയ്യാൻ പാടില്ല. കുട്ടികളുടെ ഷർട്ടൊക്കെ ആകുമ്പോൾ കൂടുതൽ റഗാൾ ഇറങ്ങിപ്പോയാൽ നിങ്ങൾക്ക് സ്ലീവ് തയ്ച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റ് ആവില്ല, ചുളുക്കുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നെക്ക് കോളർ ഭാഗം നെക്ക് കട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ റഗാൾ ഇറക്കി കട്ട് ചെയ്യുമ്പോഴും കൂടുതലാകാതെ കറക്റ്റ് ചെയ്തെടുക്കുക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഷോൾഡറിൻ്റെ ഷേപ്പ് ചെയ്യുന്നത് 1.5 ഇഞ്ചിലാണ്. ഇവിടെ ഇതുപോലെ 1.5 ഇഞ്ചിലൊരു ഷേപ്പിംഗ് കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെയാണ് ഷേപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാണ്. നമ്മൾ ഷോൾഡർ 10 ഇഞ്ചാണ്. ഈ ഒരു ഷർട്ടിൻ്റെ ഷോൾഡർ 10 ഇഞ്ചാണ്. അപ്പോൾ 10 ഇഞ്ചിൻ്റെ നേർപകുതി 5 ഇഞ്ച്, അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂട്ടി 5.25 ഒരു മാർക്ക് കൊടുക്കുന്നു. അതേ 5.25 തന്നെ നമ്മൾ ഇതുപോലെ താഴ്ത്തി വെച്ചുകൊണ്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് കുറച്ചുകൊണ്ട് മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഷർട്ടിൻ്റെ നെക്ക് നമ്മുടെ കോളർ അളവ് 10.5 ഇഞ്ചാണ്. നമ്മൾ ഇവിടെ വെക്കുന്നത് 1.25 ഇഞ്ചാണ്. ഇങ്ങനെ 1.25 ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് വരയുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നു. ഉണ്ടോ, ഇതുപോലെയാണ് നമ്മൾ ഷേപ്പ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ബോഡി ലൂസ് നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. നമുക്ക് 6.5 ഇഞ്ചാണ് നമ്മുടെ ഒരു സൈഡിൽ വെക്കുന്ന ലൂസ്. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി നമ്മൾ 7 ഇഞ്ചിൽ 6.5യുടെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 7 ഇഞ്ചിലൊരു മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ സെൻറ്റർ ഭാഗത്ത് ബോഡി ഷേപ്പിന് വേണ്ടി വെക്കുന്നത് 6.25 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ചും പോയിൻറ്റും കൂട്ടി 6.5 പോയിൻറ്റിലൊരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ 6.5 ലൂസ്, നമ്മൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 7 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരഞ്ഞെടുക്കുക. കണ്ടോ, ഇവിടെ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഇതുപോലെ റൗണ്ട് ഷേപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഭാഗം നമ്മുടെ ഷോൾഡർ ഭാഗവും ഇതുപോലെ കറക്റ്റ് വരഞ്ഞെടുക്കുക. ഇനി നമ്മൾ ഈ ഒരു അടിവശത്തുള്ള ഈ ഒരു ലൈനിൽ നിന്ന് നമുക്കൊരു 1.25 ഇഞ്ച് നമ്മളിങ്ങനെ മുകളിലേക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്കിത് അടിവശം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മളിത് കട്ട് ചെയ്യുകയാണ്. ഇവിടെ നിന്നാണ് ഇങ്ങനെ കട്ടിങ് തുടങ്ങുന്നത്. ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക. ഈ ഒരു കരവശം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇതുപോലെ തന്നെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക. കൂടുതൽ ഇറക്കി കട്ട് ചെയ്യരുത്. കണ്ടോ, ഇതുപോലെ ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യുകയാണ്. അതിനുവേണ്ടി നമ്മുടെ തുണിയെ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ലൂസിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കുക. കണ്ടോ, ഇതുപോലെ. അതിനുശേഷം നമ്മളിവിടെ കണ്ടോ നമ്മുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുള്ള ഫ്രണ്ട് പീസ് ഇവിടെ വെക്കുക. കറക്റ്റായിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുന്നു. കണ്ടോ, നമ്മളിവിടെ
ഈ ഒരു ബാക്ക് പീസ് ഫ്രണ്ട് പീസിനേക്കാൾ ഇവിടെ 3/4 ഇഞ്ച് കുറച്ചിട്ടാണ് വെക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും മാർക്കിനേക്കാൾ ഈ ഒരു മാർക്കിനേക്കാൾ 3/4 ഇഞ്ച് ഇവിടെ കുറച്ചിട്ടാണ് നമ്മൾ ബാക്ക് പീസ് വെക്കുന്നത്. നമ്മുടെ ഈ ഒരു ഷർട്ടിന് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്നില്ല, ഷോൾഡർ ഇല്ലാതെ ഷോൾഡർലെസ് ഷർട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വരഞ്ഞെടുക്കുക. ഇനി നമ്മൾ ഈ ഒരു 1.5 ഇഞ്ച് ഇറക്കി വരഞ്ഞിട്ടുള്ള ഈ ഒരു മാർക്കിൽ കൂടി നമ്മളിങ്ങനെ ഒരു നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഷോൾഡർ അടയാളപ്പെടുത്തുകയാണ്. ഷോൾഡർ 10 ഇഞ്ചായിരുന്നു, അപ്പോൾ നേർപകുതി 5 ഇഞ്ച്, അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂട്ടി 5.25 ഒരു മാർക്ക് കൊടുക്കുന്നു. ഇനി ഇവിടെ ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് 2.5 ഇഞ്ച് വെക്കുന്നു. കണ്ടോ, ഇതുപോലെ 2.5 ഇഞ്ച് വെക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് 4 ഇഞ്ച് വെക്കുന്നു. എന്നിട്ട് 1.5 ഇഞ്ച് നമ്മൾ ഇറക്കി മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ കഴുത്തിൻ്റെ വൈഡ് വെച്ചത് 1.25 നമ്മൾ ഇവിടെ വെക്കുന്നത് 2 ഇഞ്ചാണ്. ഇങ്ങനെ 2 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ ഇവിടെ വെക്കുന്നത് ഷോൾഡർ 10 ഇഞ്ചാണ്, നേർപകുതി 5 ഇഞ്ച്, ഇവിടെ നമ്മൾ വെക്കുന്നത് 5.5 ഇഞ്ചാണ്. നമ്മൾ ഇവിടെ വെച്ചത് 5.25 ഇഞ്ചിലാണ്. കണ്ടോ, ഇവിടെ നിന്ന് 5.25 നമ്മൾ ഇവിടെ വെക്കുന്നത് 5.5 ഇഞ്ചാണ്. ഇനി നമ്മൾ ഇവിടെ ഒരു ആം ഹോൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്തുകൊണ്ട് എടുക്കുന്നു. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരിക. അതിനുശേഷം നമ്മളിവിടെ കണ്ടോ ഇതുപോലെ മുകളിലേക്ക് ഈ ഒരു മാർക്കിൽ കൂടി വരയുന്നു. കണ്ടോ, ഇതുപോലെയാണ് വരഞ്ഞെടുക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ഇതുപോലെ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ഇവിടെ ഇതുപോലെ കണ്ടോ നമ്മുടെ ഈ ഒരു തുണിയെ നേരെ ഇതുപോലെ മടക്കി എടുക്കുന്നു. നമ്മൾ 2 സ്ലീവും കൂടെ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിനെ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ലൂസിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കുക. കണ്ടോ, ഇതുപോലെ മടക്കിയെടുക്കുക. ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇങ്ങനെ നേരെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. നമ്മുടെ ഈ ഒരു ഷർട്ടിൻ്റെ കൈയുടെ നീളം 4.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഇവിടെ 5 ഇഞ്ചിലാണ് ഒരു മാർക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ ചെറിയ കുട്ടികളുടെ ഷർട്ടായതുകൊണ്ട് തന്നെ റഗാള് കൂടുതൽ വീതിയിൽ മടക്കി തയ്ക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 1/2 ഇഞ്ച് വെച്ചാൽ മതിയാവും, കറക്റ്റ് ആയിരിക്കും. 5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇവിടെയും 5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. കേട്ടോ, ഇതുപോലെ. അതിനുശേഷം നമ്മളൊരു 1.5 ഇഞ്ച് വീതി നമ്മളൊരു മാർക്കിംഗ് കൂടി ഇതുപോലെ കൊടുക്കും. നമുക്ക് സ്ലീവ് മടക്കി തയ്ക്കുവാനുള്ളതാണ്. ഇനി നമ്മൾ ഇവിടെ നമ്മൾ 2.5 ഇഞ്ചാണ് നമ്മൾ ഇറക്കി മാർക്ക് ചെയ്യുന്നത്. ഷോൾഡറിൻ്റെ റഗാൾ ഷേപ്പിന് വേണ്ടി, കൈയുടെ സ്ലീവിൻ്റെ ഷേപ്പിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നത് 2.5 ഇഞ്ചാണ് ഇതുപോലെ ഇറക്കി മാർക്ക് ചെയ്യുന്നത്. നമ്മൾ കൈയുടെ താഴെയുള്ള താഴ്വശത്തുള്ള ലൂസ് 8 ഇഞ്ചാണ്. അപ്പോൾ നേർപകുതി 4 ഇഞ്ച്, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 4.5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ റഗാൾ ലൂസ് 9.5 ഇഞ്ചാണ്. അപ്പോൾ 4.25 ഇഞ്ചാണ് നേർപകുതി, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 5.25 ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഇവിടെ നമ്മൾ അല്പം പുറത്തേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്യുന്നു. എന്നാലേ മടക്കി തയ്ക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആവുകയുള്ളൂ. കണ്ടോ, ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. കണ്ടോ, ഇതുപോലെയാണ്, ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിവിടെ ഒരു സെൻറ്റർ മാർക്കിംഗ് കൊടുക്കുന്നു. ഈ ഒരു ഫ്രണ്ട് വശത്ത് നിന്ന് നമ്മൾ അല്പം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ, 1/2 ഇഞ്ച് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഫ്രണ്ട് പീസിൽ നിന്നാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ബാക്ക് പീസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കണ്ടോ, ഇവിടെ മാത്രം ഒന്ന് ഈ ഒരു റൗണ്ട് ഷേപ്പ് മാത്രം ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കും. അപ്പോൾ നമ്മൾ ഷർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ബാക്കി വരുന്ന ഈ ഒരു പീസിലാണ് നമ്മൾ കോളറും പോക്കറ്റൊക്കെ തയ്ക്കുവാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.